നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ സ്മാർട്ട് വാച്ച് റിയൽമി വാച്ച് 3. നമുക്ക് പരിശോധിക്കാം റിയൽമി വാച്ച് 3യുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് റിയൽമി വാച്ച് 3 വരുന്നത്. ആ ഒരു വാച്ചിൻ്റെ പടം ഇതിൻ്റെ പുറത്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബോക്സ് ഇതുപോലെ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നുമില്ല. കാരണം ഈ ഒരു വാച്ച് ഞാൻ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് റിയൽമിയുടെ വാച്ച് 3. അപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ ഇത് ചാർജ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് 20% താഴെയാണ്. 3-4 ദിവസമായിട്ട് ഉപയോഗിക്കുന്നു. ബോക്സിൽ നിന്ന് എടുത്തിട്ട് ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല. എടുക്കുമ്പോൾ എനിക്കൊന്ന് 50%, 57% സംതിങ് ചാർജിങ്ങേ ഉണ്ടായിരുന്നു. പിന്നെ ചാർജ് ചെയ്തതില്ല. എന്ത് തന്നെയായാലും ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം ഈ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് ഈ ഒരു വാച്ചിൻ്റെ വിശേഷങ്ങളെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാച്ച് സാധാരണ വാച്ചിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ സ്മാർട്ട് വാച്ച് ആയിരിക്കും. നിരവധി ബ്രാൻഡ് സ്മാർട്ട് വാച്ചുകൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അത്തരം വാച്ചുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ലുക്ക് ഒരു വേറിട്ട് നിൽക്കുന്നു. കാരണം കൂടുതൽ സ്മാർട്ട് വാച്ചുകളും ബ്ലാക്ക് കളറിലാണ് നമുക്ക് വരാറുള്ളത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഗോൾഡ് ടിൻറ്റുമായിട്ട് വരുന്ന സ്മാർട്ട് വാച്ചുകളുണ്ട്. പക്ഷേ ഇവിടെ സിൽവർ കളറിലുള്ള കേസാണ് ഈ ഒരു വാച്ചിന് എന്നുള്ളത് ഇതിനെ ഒരു യുണീക്ക് ലുക്ക് നൽകുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ റിയൽമി പറയുന്നത് വാക്വം പ്ലേറ്റ് റിഫ്ലക്റ്റീവ് മെറ്റാലിക് ഫ്രെയിമാണ് ഈ നൽകിയിരിക്കുന്നത് എന്നാണ്. സ്ക്വയർ ഷേപ്പിലെ വാച്ചാണ്. അതുപോലെ ഈ ഒരു സ്ട്രാപ്പിനുമുണ്ട് ചില പ്രത്യേകത. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് വെറും വാക്കല്ല, വളരെ സോഫ്റ്റ്. നമ്മളെ ശരീരത്തോട് ചേർന്ന് കിടന്നാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഫീല് നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് നൽകുന്നു. വാച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രാപ്പ് ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫീലുമാണ് നൽകുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പാണ്. മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റി എല്ലാം ഓക്കെയാണ് ഈ ഒരു വാച്ചിൻ്റെ കേസിലെന്ന് പറയാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇതിൻ്റെ ഹാർട്ട് റേറ്റ് സെൻസറുകളും ചാർജിങ്ങിനുള്ള ആ ഒരു ലിഡും ഒക്കെ നമുക്കിവിടെ കാണാം. ഈ സ്ട്രാപ്പ് വേണമെങ്കിൽ ഇവിടെ ബക്കിൾ മെക്കാനിസമാണ്. കാരണം ഈ ബക്കിൾ ഊരി മാറ്റി നമുക്ക് വേറെ സ്ട്രാപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് ഡിസൈനിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കയ്യിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊരു പ്രൊജക്ഷൻ ഉണ്ട്. കണ്ടില്ലേ, ഈ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ച് മുകളിലേക്ക് തള്ളി നിൽക്കുകയാണ്. അതിനുള്ള കാരണം ഈ ഒരു സ്ട്രാപ്പ് വന്ന് കയറുന്നത് ഈ വാച്ചിൻ്റെ സൈഡിലെ ഏറ്റവും താഴ്ഭാഗത്താണ്. കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയിരുന്നെങ്കിൽ അത്രയും ഒരു പ്രൊജക്ഷൻ ഫീൽ ചെയ്യില്ലായിരുന്നു. എന്ത് തന്നെയായാലും ഈ വാച്ച് ഞാൻ 2-3 ദിവസം കയ്യിൽ കെട്ടി ഉപയോഗിച്ചപ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയട്ടെ. വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് വാച്ചിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ പവർ ബട്ടൺ കാണാം. അതുപോലെ ഇവിടെ ഒരു മൈക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോണിലേക്ക് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാമെന്ന് ചുരുക്കം. അതുപോലെ ഇവിടെ സ്പീക്കർ ഗ്രില്ലുമുണ്ട് ഈ ഒരു സൈഡിൽ. അപ്പോൾ സൗണ്ടും പുറത്തേക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാച്ചിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിൽ പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് കടന്നാൽ 2.5Dയുടെ ടാമ്പേഡ് ഡിസ്പ്ലേ പാനലാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 1.8 ഇഞ്ചിൻ്റെ 240x286 റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഇതൊരു TFT ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേയോ LCD ഡിസ്പ്ലേയോ അല്ല, TFT ഡിസ്പ്ലേ ആണ്. പക്ഷേ ആദ്യം ഈ വാച്ച് കയ്യിലേക്ക് കിട്ടുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ചുകൾ AMOLED ആയതുകൊണ്ടായിരിക്കും തുടക്കത്തിൽ ഞാൻ ഇതിലേക്ക് നോക്കുമ്പോൾ ആ TFT ഡിസ്പ്ലേ ആണെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും കുറച്ച് ദിവസം ഞാൻ ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഈ പറഞ്ഞ TFT ഡിസ്പ്ലേ എന്നുള്ള ഒരു തോന്നൽ പോലും മാറിപ്പോയി എന്ന് ഓർമ്മിപ്പിക്കട്ടെ. മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് അതുകൊണ്ട് തന്നെ നൽകിയിരിക്കുന്നത്. TFT ഡിസ്പ്ലേ ആണെങ്കിൽ ക്വാളിറ്റിയുള്ള TFT ഡിസ്പ്ലേ തന്നെയാണ് അത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നമ്മൾ ഇതുപോലെ ഫേസിനകത്ത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 5ഓളം വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും വാച്ച് ഫേസുകൾ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. പേടിക്കേണ്ട, 100-ലധികം വാച്ച് ഫേസുകൾ ഈ ഒരു വാച്ചിൻ്റെ കമ്പാനിയൻ ആപ്പിനകത്തുണ്ട്. അതുപോലെ ഈ ഒരു വാച്ചിനകത്ത് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ബ്ലാക്ക് കളറിലല്ലാത്ത വൈറ്റ് ടോണിലുള്ള വാച്ച് ഫേസുകൾ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് ഈ ഡിസ്പ്ലേക്ക് ചുറ്റും കുറച്ച് ബെസലുകളുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒരു ഫുൾ ഡിസ്പ്ലേ അല്ല, ഇവിടെ കുറച്ചൊരു ബെസൽ, അതിൻ്റെ ഒരു സൈസ് ഒരു ആവറേജിനേക്കാൾ കുറച്ച് എബോ ആവറേജ് സൈസാണ് ഈ ബെസൽ എന്ന് പറയേണ്ടി വരും. അത് മാത്രമാണ് എനിക്ക് ഡിസ്പ്ലേയിൽ അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെടാതെ പോയത്. അതുപോലെ ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് പറഞ്ഞു കഴിഞ്ഞാൽ 500 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്. ഞാനിപ്പോൾ ഇതിൻ്റെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ്സിൽ തന്നെയാണ് ഈ ഒരു വാച്ച് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നമില്ല, ഓക്കെയാണ്. നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പുറത്ത് വെച്ച് നമ്മൾ ഈ വാച്ചൊക്കെ എപ്പോഴും പുറത്തേക്ക് പോകുമ്പോഴാണല്ലോ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ടൈം നോക്കുന്നതിനൊന്നും വിഷയങ്ങളൊന്നും ഇല്ല. അതുപോലെ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഏകദേശം 110-ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്കൗട്ട് മോഡുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈവൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പോലും കയ്യിൽ കെട്ടിയിരുന്ന ആ ഒരു ഗെയിമിനെ പോലും അല്ലെങ്കിൽ ആ ഒരു എക്സസൈസിനെ പോലും ട്രാക്ക് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് സാധിക്കുമെന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ ഇത് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ്
ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നീന്തൽ പോലുള്ള വ്യായാമം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മഴ നനഞ്ഞാലോ വിയർപ്പ് തുള്ളികൾ ഇറങ്ങിയാലോ ഒന്നും ഈ ഒരു സ്മാർട്ട് വാച്ചിന് യാതൊരു പ്രശ്നവും വരികയില്ല. നേരത്തെ പറഞ്ഞ പോലെ കോൾ അറ്റൻഡ് ഫീച്ചർ ഇതിനകത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മുടെ ഫോണിലേക്ക് പെയർ ചെയ്തിരുന്നാൽ നമുക്ക് ഫോണിൽ വരുന്ന കോളുകൾ, ഇപ്പോൾ ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും ഡ്രൈവ് ചെയ്യുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം എന്തെങ്കിലും കോൾ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡ്രൈവിംഗ് ശ്രദ്ധ അധികം പോകാതെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഡ്രൈവ് ചെയ്യുകയാണെന്നെങ്കിലും പറയാൻ ഇത്തരത്തിൽ ഇതിനകത്ത് കോൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ എടുത്ത് നമുക്ക് സംസാരിക്കാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്. അതുപോലെ കണ്ടിന്യൂസ് SpO2 ബ്ലഡിലെ ഓക്സിജൻ ലെവൽ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ സ്ട്രെസ് മോണിറ്ററിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. സ്ലീപ്പ് ഡാറ്റ, അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ കയ്യിൽ കെട്ടിക്കൊണ്ട് കിടന്നാൽ സ്ലീപ്പ് ഡാറ്റ നമുക്ക് ഈ ഒരു വാച്ച് വഴി നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് കണ്ടില്ലേ, ബ്രീത്ത് എക്സസൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. എന്തിനു പറയുന്നു, നമ്മൾ ഇത് കയ്യിൽ കെട്ടിയിരുന്നാൽ നമുക്ക് വെള്ളം കുടിക്കാൻ പോലും നമ്മളെ റിമൈൻഡ് ചെയ്യുന്ന വാട്ടർ ഡ്രിങ്കിങ് റിമൈൻഡർ പോലും ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളാണെങ്കിൽ അവരുടെ പീരീഡ്സ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് അനങ്ങാതെ കുറേ സമയം ഒരു സ്ഥലത്ത് തന്നെ എണീറ്റ് നടക്കാതെ ഇരുന്നാൽ നമ്മെ എണീറ്റ് നടക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ചില അലർട്ടുകളും, അതായത് ഐഡിയലായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴുള്ള അലർട്ടുകൾ പോലും ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഈ ഒരു വാച്ചിൻ്റെ ബാറ്ററി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 340 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. 7 ദിവസത്തെ ബാറ്ററി ലൈഫ് നൽകുമെന്നാണ് റിയൽമി ആവശ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വാച്ച് ഒരു 57% ബാറ്ററിയിൽ ഞാൻ ബോക്സിൽ നിന്ന് എടുത്തു 3-4 ദിവസം ഉപയോഗിച്ചു, ഇതുവരെ ചാർജ് ചെയ്തില്ല. ഇനിയും ഉണ്ട് 14% ബാറ്ററി റിമൈനിങ് ആണ്. അപ്പോൾ ബാറ്ററി ലൈഫ് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം 7 ദിവസം കിട്ടില്ല, ഒരു 5 ദിവസം നമുക്ക് ഉറപ്പിക്കാം, അതൊക്കെ മതി അല്ലേ? അതിനകത്ത് നമുക്കൊന്ന് ചാർജ് ചെയ്താൽ മതിയല്ലോ. ഇനി ഈ ഒരു വാച്ചിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ അത് ഏതൊക്കെ വേണമെന്ന് നമുക്ക് ഇതിൻ്റെ കമ്പാനിയൻ ആപ്പിലുള്ള റിയൽമി ലിങ്കിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഏത് ആപ്ലിക്കേഷനിലെ നോട്ടിഫിക്കേഷൻ വരണമെന്ന് അത് ഇവിടെ കാണാം. വലത്തേക്ക് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഒരു ആക്ടിവിറ്റി, അന്നത്തെ ദിവസം എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര കിലോ കാലറി ബേൺ ചെയ്തു, ആ ഒരു ആക്ടിവിറ്റിയുടെ ഒരു സമ്മറി കാണും. ഇത് സ്ലീപ്പ് ഡാറ്റയാണ്. ഇത് കയ്യിൽ കെട്ടിക്കൊണ്ട് ഉറങ്ങുമ്പോൾ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഇതെന്ന് പറയുന്ന ഹാർട്ട് റേറ്റ് സെൻസറിൻ്റെ ഓപ്ഷനാണ്. ഇത് വെതർ ഫംഗ്ഷനാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ ഫോണിനകത്തുള്ള മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത് തിരിച്ച് നമ്മൾ ഇതിൻ്റെ ഒരു ഹോം സ്ക്രീനിലേക്ക് തിരിച്ചെത്തുന്നു. ഇനി ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മറ്റ് മെനു ഓപ്ഷൻസ് കാണാം. ആക്ടിവിറ്റി, ഫോൺ ചെയ്യാനുള്ള ഫോൺ ഓപ്ഷൻ, വർക്കൗട്ട്, ഹാർട്ട് റേറ്റ്, SpO2, സ്ട്രെസ്, സ്ലീപ്പ്, റെക്കോർഡ്സ്, ബ്രീത്ത്, അലാം, വെതർ, ഇവൻ്റ് റിമൈൻഡർ, വുമൺ ഹെൽത്ത്, ടൂൾസ്, സെറ്റിംഗ്സ് തുടങ്ങിയവ കാണാം. ടൂൾസിലേക്ക് വരുമ്പോൾ നമുക്കിതിനകത്ത് സ്റ്റോപ്പ് വാച്ച്, ടൈമർ, മ്യൂസിക്, ക്യാമറ കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എന്താണ് ഈ ക്യാമറ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന ഫോണിനകത്തെ ക്യാമറ ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് സെൽഫിയോ അല്ലെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് വേണമെങ്കിലും ദൂരെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫോണിനകത്ത് പെയർ ചെയ്തിരുന്നാൽ ഈ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോകൾ എടുക്കാം. ക്യാമറ ദൂരെ വെച്ചിരുന്നാൽ മതി. ഫോൺ ക്യാമറ ദൂരെ വെച്ച് നമുക്ക് അതിൻ്റെ ഒരു റിമോട്ട് പോലെ വേണമെങ്കിലും ഈ ഒരു വാച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 3499 രൂപയാണ്. എന്നാൽ ഇപ്പോൾ ഓഫർ പ്രൈസിൽ 2999 രൂപയ്ക്ക് നമുക്ക് ഓഗസ്റ്റ് 2 മുതൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് ഓൺലൈനിൽ നിന്നും വാങ്ങാവുന്നതാണ്. ആ പ്രൈസിൽ ഓക്കെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കിടിലൻ സ്മാർട്ട് വാച്ച് തന്നെയാണ് റിയൽമിയുടെ വാച്ച് 3.